നമസ്കാരം. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഒമാന്റെ കടലിൽ 24 ഇന്ത്യക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന രാജ്യത്തിന്റെ കള്ളനായിട്ടുള്ള ട്രംപ് എന്ന കാപാലികൻ തൊടുത്തുവിട്ടിട്ടുള്ള മിസൈൽ ആ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ തുളച്ചു കയറി ആ കപ്പലിന് തീപിടിച്ചിരിക്കുന്നു. കപ്പലിന്റെ അടിഭാഗം തകർന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. കപ്പലിലുള്ളവർ രക്ഷയ്ക്കായി, ജീവരക്ഷയ്ക്കായി ഞങ്ങളെ സഹായിക്കണം എന്ന് മറ്റുള്ളവരോട് സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് മോട്ടോർ ടാങ്കർ മാക്സ് ആണ്. കപ്പലിനകത്ത് തീ പിടിച്ചിരിക്കുകയാണ്. ആകെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എഞ്ചിൻ റൂമിലാണ് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയത്. കപ്പലിന്റെ അടിഭാഗം തകർന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളുടെ ലൊക്കേഷൻ, അവസാനമായി രേഖപ്പെടുത്തിയിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ അവിടെയാണ് ഉള്ളത്. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ഈ കപ്പലിൽ 24 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ഇന്ത്യക്കാരാണ്. ജീവൻ രക്ഷിക്കാനുള്ള ലൈഫ് ക്രാഫ്റ്റുകളും ബോട്ടുകളും എല്ലാം തകർന്നുപോയി. എല്ലാം കത്തി അമരുകയാണ്. സാർ, ദയവായി സഹായിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. Sir, this is motor tanker Marivax. We are fire on board. We have fire on board and vessel is sinking. US Navy attacked the missile on our engine room. We have hole the bottom. We have fire on board. Please help. This is motor tanker Marivax. You can see our last position recorded in our AIS. That is our position. Please help. We have fire on board. Total all crew Indian. 24 crew. All crew Indian. Please help quickly. Please, we need immediate help. Our lifeboat is also catch fire. We are unable to lower the lifeboat. One lifeboat is missing. That is damaged. Rope is catch fire. We are unable to lower lifeboat. We are unable to lower life craft. All is damaged. All is in fire. Please help. പശ്ചിമേഷ്യൻ യുദ്ധക്കനാലിൽ വെന്തുരുകി 24 ഇന്ത്യൻ നാവികരുടെ ജീവൻ. ഹോർമൂസ് കടലിടുക്കിലെ ഒമാൻ തീരത്ത് വെച്ച് ലോക പോലീസായ അമേരിക്ക നടത്തിയിട്ടുള്ള അത്യന്തം ക്രൂരവും അപ്രതീക്ഷിതവുമായിട്ടുള്ള ആക്രമണത്തിൽ ഒരു എണ്ണക്കപ്പൽ ഏത് നിമിഷവും കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴാൻ പോവുകയാണ്. കപ്പലിലെ എൻജിൻ റൂം തകർന്ന അവസ്ഥയിലാണ് നമ്മുടെ സഹോദരങ്ങൾ കടലിന്റെ നടുവിലുള്ളത്. ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ദയവായി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ആവർത്തിച്ചുള്ള നിലവിളി, ആ നാവികരുടെ സന്ദേശം കേൾക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനെയും നെഞ്ചൊന്ന് പിടയും. ആക്രമണത്തിന്റെ ആഘാതത്തിൽ കപ്പലിലെ എഞ്ചിൻ റൂം പൂർണ്ണമായി തകർന്നു. അപകടമുണ്ടായാൽ ജീവൻ രക്ഷിക്കാൻ കപ്പലിൽ കരുതാറുള്ള ലൈഫ് ബോട്ടുകളും ക്രാഫ്റ്റുകളും പോലും അമേരിക്കൻ മിസൈൽ കരിച്ചു കളഞ്ഞു. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞ് കടലിൽ ആളിപ്പടരുന്ന തീപിടിച്ച കപ്പലിനുള്ളിൽ നിന്ന് അവർ മരണപ്പാച്ചിൽ നടക്കുകയാണ്. നോക്കൂ, അമേരിക്കയുടെ ആ ഒരു ദുഷ്ടത, ട്രംപിന്റെ ആ ഒരു കപടത, ആ ക്രൂരത എത്രത്തോളം ഈ ലോകത്ത് ബുദ്ധിമുട്ടാണ്, എത്രത്തോളം ഈ ലോകത്ത് നാശം പതിച്ചുകൊണ്ടിരിക്കുന്നു. 24 ഇന്ത്യൻ കുടുംബങ്ങളുടെ നെഞ്ചിലാണ് തീ കോരിയിട്ടേക്കുന്നത്. പോർബൺ സീമാൻ പുറത്തുവിട്ടിട്ടുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് രാജ്യം ഒന്നടങ്കം ഭീതിയിലാണ്. ഒമാനിലെ ഇന്ത്യൻ എംബസി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ സർവ്വസജ്ജമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ആ കപ്പലിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സാങ്കേതിക വിദ്യ, ഇതൊക്കെ ആ ബോംബാക്രമണത്തിൽ, ആ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നതിനാൽ മരണത്തോട് പൊരുതുന്ന ആ നാവികരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഇനിയും വ്യക്തമല്ല. അമേരിക്ക പറയുന്നത് ഇറാനല്ല അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളിൽ ലംഘിക്കുന്നു എന്നാണ്. പക്ഷെ ഇറാനെ ആക്രമിച്ചാൽ മാത്രമാണ് ഇറാൻ ആക്രമിക്കുന്നത്. പക്ഷെ ട്രംപ് അതുപോലെയല്ല. ട്രംപ് എല്ലാ യുദ്ധ നിയമങ്ങളും, ഇസ്രായേൽ എല്ലാ യുദ്ധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് തോന്നിയതുപോലെ അഴിഞ്ഞാടുകയാണ്. പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് കടലിൽ ചോരയും നീരും ഒഴുക്കി കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരെ നാവികർക്ക് നേരെ അമേരിക്ക കാട്ടിയിട്ടുള്ള ഈ കൊടും ക്രൂരത, ഇത് ആരാണ് ഉത്തരം പറയുക? ആരാണ് അമേരിക്കയെ ഒന്ന് പിടിച്ചു കെട്ടുക? വാക്കിന് വിലയില്ലാത്ത ട്രംപിന്റെ ആ വർത്തമാനങ്ങളും ഇന്ത്യക്കെതിരായുള്ള ട്രംപിന്റെ ചതികളുമെല്ലാം ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാ. ഇവിടെയാണ് നാം കണ്ണ് തുറന്ന് കാണേണ്ടത്. ഇപ്പോഴും പലർക്കും ട്രംപിനെയും അമേരിക്കയും പൊക്കി പിടിച്ചുകൊണ്ട് താങ്ങിക്കൊണ്ട് നടക്കുന്ന പ്രശ്നം താങ്ങികളായിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് താൻ എന്നാണ് വീമ്പിളക്കി നടക്കുന്നത്, സ്വയം ചമയുന്നത്. ഈ ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെ തനി നിറമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരും ഒരുപറ്റം ഇന്ത്യക്കാരും അത് തന്നെയാണ് പറയുന്നത്. ട്രംപ് ഫ്രണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വാക്കിനിട്ടും സ്ഥിരതയില്ല. ട്രംപ് ഇതിനു മുമ്പും പലവട്ടം ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. ഊർജ്ജ പ്രതിസന്ധിയുടെ കാലത്ത് ഇന്ത്യ സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി എന്ന കാരണം പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് ഈ കഴിഞ്ഞ കാലത്താണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ ഭീമമായിട്ടുള്ള നികുതി, താരിഫ് അടിച്ചേൽപ്പിച്ച് നമ്മളെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി നോക്കിയത്. നമുക്കറിയാമല്ലോ, ഇങ്ങ് കേരളത്തിലെ കിറ്റക്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അതുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടായി. അതായത് ഇന്ത്യ എന്ന രാജ്യത്തെ അവർക്ക് യാതൊരു സിമ്പതിയുമില്ല. ഇത് അറിഞ്ഞുകൊണ്ട്, ഇന്ത്യക്കാർ മാത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് തകർക്കാൻ ശ്രമിച്ചത്, കപ്പൽ തകർക്കാൻ ശ്രമിച്ചത്. മനഃപൂർവ്വം ഇന്ത്യ ഒരു ചേരിയിലും ചേരാതെ നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയെ കൂടി യുദ്ധത്തിന്റെ രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണോ
ഇങ്ങനെ പെരുമാറിയത് എന്ന് പോലും സംശയിക്കണം. കാരണം ട്രംപിന്റെ ഉദ്ദേശം അത്ര ശുദ്ധമൊന്നുമല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താൻ ലോകത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ അപ്പൻ ചമഞ്ഞിരിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും കള്ള അവകാശവാദങ്ങളുമായിട്ട് ഇടപെട്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത ചരിത്രമാണ് ട്രംപിനുള്ളതെന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാ. നമുക്കറിയാം, വ്യാപാര കരാറുകൾ ഒപ്പിടാൻ ഒരു വശത്ത് ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ അധ്വാനത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും 12.5% അധിക നികുതി ചുമത്താൻ കോപ്പ് കൂട്ടുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് നൽകിയിട്ടുള്ള ഇളവുകൾ ഈ ജൂൺ 17 റദ്ദാക്കുമെന്നും ട്രംപിന്റെ അമേരിക്കയുടെ വാക്ക് കേൾക്കാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ട്രംപിന്റെ വിദേശ നയം അത് ശുദ്ധ ഗുണ്ടായസമല്ലാതെ മറ്റെന്താ? ട്രംപിന്റെ യുദ്ധക്കൊതി നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപ് സമാധാനം, കരാർ, വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മറുവശത്തുകൂടി ഇറാനെയും മറ്റുള്ള രാജ്യങ്ങളെയും ഒക്കെ വെനിസ്വേല അടക്കം കയറി അടിക്കുന്ന സ്ഥിതി നമുക്കറിയാം. എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളെ അമേരിക്ക കൈകാര്യം ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് സമാധാനപൂർവ്വം ജീവിക്കുന്ന രാജ്യങ്ങളോട് പോലും അമേരിക്ക എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്പം മുമ്പാണ്, അതായത് ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഇസ്രായേലും ഇറാനും വെടിവെപ്പ് നിർത്തണം എന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ഇട്ടത്. സമാധാന കാംക്ഷയാൻ നോക്കുന്ന ട്രംപ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ട് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പാണ് ഹോർമൂസിൽ സ്വന്തം സൈന്യത്തെ വിട്ട് നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ കപ്പലിന് നേരെ മിസൈൽ വർഷിച്ചത്. ഒരു വശത്ത് ഇസ്രായേലിന് ആയുധം കൊടുത്ത് പശ്ചിമേഷ്യയെ ചോരക്കളമാക്കാൻ വേണ്ടി മൗന അനുമതി നൽകി, മറുവശത്ത് ലോകത്തിന് മുന്നിൽ സമാധാന കരാറിനെ മധ്യസ്ഥനായിട്ട് നാടകം കളിക്കുക. ഇതാണ് ട്രംപിന്റെ ഒരു സ്ഥിരം ശൈലി എന്ന് പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. ഇത് ഞാൻ ഇങ്ങനെ വീണ്ടും പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് കൊഞ്ഞണന്മാരുണ്ട് ഇപ്പോഴും അമേരിക്കയുടെ ട്രംപിന്റെ കാല് പിടിച്ച് പ്രശ്നം താങ്ങി നടക്കുന്ന കുറെ അവന്മാർ. ഈ ആഗോള യുദ്ധക്കൊതിയുടെയും ഈ അധികാര പ്രമത്തതയുടെയും ഇരകളാകുന്നത് കടലിന്റെ നടുവിൽ പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ എന്ന് മനസ്സിലാക്കണം. ട്രംപിന്റെ വാക്കിന് പുല്ലിന്റെ വില പോലുമില്ല എന്ന് ചോരക്കളിയിലൂടെ ഒരിക്കൽ കൂടി തെളിയാണ്. ഒന്നുകൂടി ചേർത്ത് പറയേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരന്മാരുടെ വില, അവരുടെ ജീവിതം വളരെ വിലപ്പെട്ടതാ. ഇവിടെ ഇറാനിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല, ഇറാനെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ അമേരിക്കയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങോട്ട് കയറി അടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന സമയത്താണ് ആശുപത്രിയുടെ മുകളിൽ, സ്കൂളിന്റെ മുകളിലൊക്കെ ബോംബിട്ടിട്ട് സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ കൊന്നുകളഞ്ഞത്. അങ്ങനെയുള്ള ട്രംപ് ഈ ഒരു അവസരത്തിൽ നന്ദികേട് കാണിക്കും, തെമ്മാടിത്തരം കാണിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറാനിലെ മുഴുവൻ ഇന്ത്യക്കാരോടും അടിയന്തരമായി രാജ്യം വിടാൻ വേണ്ടി ഇന്ത്യൻ എംബസി കർശന നിർദ്ദേശം നൽകിയിരിക്കുക. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാനോടുള്ള ഈ പകപോക്കലിൽ, ഈ യുദ്ധത്തിൽ പാവപ്പെട്ട ഇന്ത്യൻ നാവികർ എന്തു പിഴച്ചു എന്നാണ് ചോദിക്കാനുള്ളത്. കടലിന്റെ ആഴങ്ങളിലേക്ക് കപ്പൽ താഴുന്നതിന് മുമ്പ് ആ 24 കുടുംബങ്ങളുടെ പ്രാർത്ഥനകൾ മറുപടിയായി നമ്മുടെ സൈന്യത്തിന് അവരുടെ ജീവനുകൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് മാത്രമേ നമുക്ക് സാധിക്കൂ. കാരണം ആ 24 പേർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരുടെ ജീവൻ നമുക്ക് ആവശ്യമാണ്. 24 കുടുംബങ്ങൾ അവരെ കാത്ത് നമ്മുടെ കരയിൽ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.